ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം. അങ്ങനെ രാധികാമ്മയ്ക്ക് ഭയങ്കര നെഞ്ചിന് വേദനയാണെന്നൊക്കെ പറഞ്ഞിരുന്നു. ഭയങ്കര അഭിനയമാണ്. എങ്ങനെ ഗീതുവും ഗോവിന്ദും പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അവർ പോകാൻ പ്ലാൻ ചെയ്തത് മുടക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് രാധികാമ്മ നെഞ്ചിന് വേദനയാണെന്ന് പറഞ്ഞിങ്ങനെ കിടക്കുന്നത്. അത് ഗീതുവിന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഗോവിന്ദു ഒന്ന് ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ വരുൺ പറയുന്നു, ഇപ്പം ഗോവിന്ദേട്ടൻ ഭയങ്കര തിരക്കായി, അമ്മയുടെ ശ്രദ്ധിക്കുന്നൊന്നുമില്ല, അതുകൊണ്ടൊക്കെയാണെന്ന് പറയും. അപ്പോൾ പറയാം, ഞാൻ അങ്ങനെ അമ്മേനെ ശ്രദ്ധിക്കായികയൊന്നും അല്ലല്ലോ, ഇങ്ങനെ ഓഫീസിലെ ആവശ്യത്തിന് തിരക്ക് വേണ്ടിയല്ലേ, അല്ലാതെ അമ്മയ്ക്ക് എന്താ അമ്മയെ പറ്റി, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട്. അപ്പം ഗീതു ഒന്നിച്ച് പറയും, അയ്യോ നമുക്ക് ഇപ്പം തന്നെ ഹോസ്പിറ്റലിൽ പോകണം, ഈ അമ്മ ഇങ്ങനെ ശ്വാസം എടുക്കുന്നത് നിങ്ങളാരും നോക്കി നിൽക്കുന്ന അല്ലാതെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഗീതു ഭയങ്കര എല്ലാവരുടെ അടുത്ത് പറയണം. അപ്പോൾ പറയാം, എത്രയും വേഗം ഒരു ആംബുലൻസ് വിളിക്കാൻ പറയുന്നു. അപ്പോൾ രാധികാമ്മ വിചാരിക്കുവാണ്, ദൈവമേ ഇപ്പോൾ പണി കിട്ടും, എനിക്ക് വേറെ അസുഖമൊന്നുമില്ലല്ലോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ. അപ്പോൾ രാധികാമ്മ പറയുന്നത്, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, എനിക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്നാൽ മതി, ഇപ്പം തന്നെ മാറിക്കോളും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗീതു വന്നിട്ട് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഗീതു വേഗം കയറി രാധികാമ്മയുടെ വയറിൻ്റെ അങ്ങോട്ട് കയറിയിരിക്കും. എന്നിട്ട് ഒരു CPR കൊടുക്കണമെന്ന് പറയും. അപ്പം CPR കൊടുക്കാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും കാഞ്ചന ചോദിക്കും, അതേത് പാർട്ടിയാണ്, അതിന് എവിടെ നിന്നാണ് കൊടുക്കുന്നത്, അത് എവിടെ പോയി എടുക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ കാഞ്ചന ചോദിക്കുവാണ്. അതിങ്ങനെ കൊടുക്കുമൊന്നുമല്ല, അത് നമ്മൾ കൊടുക്കണം, ഞാൻ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതു വയറിലേക്ക് കയറിഞ്ഞിട്ട് ഇങ്ങോട്ട് നെഞ്ചിൽ തള്ളു കേട്ടോ, ഭയങ്കരമായിട്ട് പുഷ് ചെയ്യുകയാണ്. എന്നിട്ട് പറയും, ഇനി തള്ളു കഴിഞ്ഞിട്ട് ഇനി ഇടിക്കണം. അപ്പോഴത്തേക്കും ഗീതു പറയാണ്, ഇത് ഞാൻ കൊടുത്ത് ശരിയായില്ലെങ്കിൽ നമുക്ക് ഇല്ലെങ്കിൽ നമുക്ക് അയ്യപ്പേട്ടനെ വിളിക്കാമെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും രാധികാമ്മ നോക്കുമ്പോൾ അയ്യപ്പേട്ടൻ വരുന്ന നോക്കുമ്പോൾ ഒരു ആന വരുന്ന പോലെയൊക്കെയാണ് പോകുന്നത്. ഇല്ല കുഴപ്പമില്ല എനിക്ക് മാറിയെന്ന് പറഞ്ഞിട്ട് ഞാൻ ഗീതു കിട്ടിയ അവസരം മുതലെടുത്ത് ഗീതു നന്നായിട്ട് പുഷ് ചെയ്ത് ഇടിയൊക്കെ വെച്ച് കൊടുക്കുവാണ് രാധികാമ്മയ്ക്ക് നെഞ്ചിന്. അപ്പോഴത്തേക്കും ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ശ്വാസം വിടാറായി. അപ്പോഴത്തേക്കും ഗീതുവിന് തള്ളിയിട്ടിട്ട് രാധികാമ്മ ചാടി എന്നിട്ട് ഇപ്പോൾ എനിക്ക് കുറവുണ്ടെന്ന് പറയുന്നു. അപ്പോൾ പറയും, അതിൻ്റെ ഗീതു ഇങ്ങനെ ഇറങ്ങും. അപ്പോഴത്തേക്കും അമ്മയ്ക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്. അപ്പം ഗീതു പറയുന്നുണ്ട്, അമ്മയ്ക്ക് നന്നായിട്ട് കുറഞ്ഞില്ല, അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ നമുക്ക് കൊണ്ടുപോകാം, വേഗം ഒരു വണ്ടി വിളിച്ച് ആംബുലൻസിലാണ് നമുക്ക് കൊണ്ടുപോകാമെന്ന് പറയുന്നു. അപ്പോൾ അവൻ രാധികാമ്മ പറയുന്നില്ല, എനിക്ക് കുറഞ്ഞു എന്ന് പറയും. അപ്പോൾ ആണോ, അന്നൊന്ന് ഇങ്ങോട്ട് ഇറങ്ങി ഇന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടൊന്ന് ഓടിക്കുകയെന്ന് പറയും. അങ്ങോട്ട് ഓടിക്കുന്നു ഇങ്ങോട്ട് ഓടിക്കുന്നിട്ട് വട്ട് കളിപ്പിക്കുവാണ് രാധികാമ്മേനെയും കൊണ്ട് ഗീതു. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ രാധികാമ്മ ബെഡിൽ പോയിരിക്കുക. അന്നേരം പറയും, കൈകൊത്തി ഒന്ന് ഇരുന്നേ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ അതിനെ ഇട്ട് പണി എടുപ്പിക്കുവാണ്. എന്നിട്ട് പറയും, ലാസ്റ്റ് ഒന്ന് കുനിഞ്ഞ് ഒന്ന് പൊങ്ങി നിവർന്നേന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ട് രാധികാമ്മ ഇങ്ങനെ ചെയ്യുന്നതൊക്കെ പോയി ഗീതു ഇങ്ങനെ ഒളിഞ്ഞ് ഒക്കെ നോക്കുമോ ശരിയാണോ എന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ രാധിക ചെയ്ത് രാധികയ്ക്ക് തല കറങ്ങുന്ന പോലെയൊക്കെയായി. രാധികനെ ഇട്ട് വട്ട് തട്ടുന്നുണ്ട് ഗീതു. കിട്ടിയ അവസരം ഗീതു നല്ല രീതിയിൽ മുതലെടുക്കും. എന്നിട്ട് പറയും, തന്നെ കിടക്കണ്ട കേട്ടോ, ഇന്ന് രേഖിച്ച് കിടന്നാൽ മതി, ഇങ്ങനെ കിടക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും, എന്തെങ്കിലും ആവശ്യം വന്നാൽ എന്നെ തന്നെ വിളിക്കണം, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വന്ന് കൊടുത്താലേ ശരിയാവുള്ളൂ, വേറെ ആര് CPR കൊടുത്താലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് രാധികാമ്മയോട് പറയും. അന്നേരം പറയും, എല്ലാവരും ഒന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങി നല്ല ശ്വാസമൊക്കെ കുറച്ച് നേരം കിട്ടട്ടെ, രാധികാമ്മ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് പറയും. ഇപ്പം രാധികാമ്മ ഓക്കെ ആയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരെയും പുറത്തേക്ക് ഇറക്കുവാണ്. എന്നിട്ട് രാധിക ഇങ്ങനെ രേഖയ്ക്ക് ഇതൊക്കെ മനസ്സിലായി. അപ്പോൾ രേഖ മാറി നിന്ന് ചിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഗീതു വിട്ട് രാധികാമ്മേനെ കാണിക്കുന്നതൊക്കെ കണ്ടപ്പോൾ രേഖയ്ക്ക് നല്ല ചിരിയൊക്കെ വരുന്നുണ്ട്. വരുണും നോക്കുന്നുണ്ട്, എന്നതായി കാണിക്കുന്നതെന്നുള്ള രീതിയിൽ. അതിനുശേഷം ഇവരെല്ലാം പുറത്തിറങ്ങുവാണ്. എന്നിട്ട് രേഖയോട് രാധിക ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് ചൂടുവെള്ളം തരാമോ എന്നേ. അപ്പോൾ ചൂടുവെള്ളം തരാമെന്ന് പറഞ്ഞിട്ട് രേഖ വെള്ളമൊക്കെ കൊണ്ട് കൊടുക്കാൻ പോവാണ്. അതേസമയം പിന്നെ ഗോവിന്ദനെയും ഗീതുവിനെയും കൂടിയാണ് കാണിക്കുന്നത്. അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, നമ്മളെന്താ പറഞ്ഞുകൊണ്ട് നിന്നെ, നീ അമ്മേനെ ഇട്ട് മനഃപൂർവ്വം വട്ട് തട്ടിയതാണോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ഗോവിന്ദ് ചോദിക്കുക. അപ്പോൾ ഗീതു പറയും, അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും ഗോവിന്ദേട്ടൻ വിചാരിക്കല്ലേ, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ ചെയ്തതല്ലേ, ഞാൻ CPR കൊടുത്തതല്ലേ, ഗോവിന്ദേട്ടന് തന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട്, കണ്ണേട്ടന് മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഗീതു ഇങ്ങനെ തടി തപ്പുന്നുണ്ട്. അപ്പം ഗോവിന്ദനൊരു സംശയം. അപ്പോൾ അങ്ങനെയൊന്നും അല്ല, അങ്ങനെയൊന്നും വിചാരിക്കരുതേ, അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങനെ ചെയ്തത് തന്നെയാണ് ശരി. ഗീതു ഇങ്ങനെ ഓരോന്നൊക്കെ പറയാണ്. അതേസമയം എന്നിട്ട് ഗീതു വിചാരിക്കും, ഇപ്പം പറയാൻ പറ്റിയ അവസരം. അപ്പം ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, നമ്മളെ എന്താ സംസാരിച്ചുകൊണ്ടിരുന്ന മുന്നേ. അപ്പോൾ പറയും, എനിക്കെന്തോ സമ്മാനം തരുന്ന കാര്യം, അത് നിനക്ക് വേണ്ട സമ്മാനം നീ ചോദിച്ചോ, അല്ല നമ്മൾ പുറത്ത് പോകുന്നില്ലേന്ന് വെച്ചാൽ പോകുന്നു, ഇനി പുറത്ത് പോകണ്ട എന്നുള്ള രീതിയിൽ ഗോവിന്ദ് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ പറയാം, അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല അല്ലേ, ഇന്നിനിപ്പോൾ പോകണ്ടെന്ന് ഇങ്ങനെ ഗോവിന്ദ് പറയാം കേട്ടോ. അത് ചോദിക്കും, എന്ത് സമ്മാനം തരാമെന്ന് പറഞ്ഞിട്ടില്ലേ, അത് എനിക്ക് ചോദിക്കുന്ന തരുമെന്ന് ചോദിക്കും. നീ ചോദിച്ചോളാൻ പറയാം, അല്ല എനിക്ക് ചോദിക്കുന്ന വേണ്ട, ഞാനിങ്ങനെ എടുക്കുക എന്നൊക്കെ ഇങ്ങനെ ഗീതു പറയാം കേട്ടോ. എന്നെ അത് സമ്മതിപ്പിക്കണമെന്നൊക്കെ ഗീതു ഇങ്ങനെ പറയാം. അപ്പം ഗോവിന്ദ് പറയാം, എന്നാൽ ശരി നീ ചോദിച്ചപ്പോൾ ഗീതു വിചാരിക്കും, കിട്ടിയ അവസരമാണ്,
അപ്പോൾ ഗീതു പറയുന്നുണ്ട് വിജയലക്ഷ്മിയില്ലേ അവർക്ക് ഇപ്പം കുറേ വർക്കൊക്കെ വരുന്നുണ്ടെങ്കിലും കേരളത്തിൽ പുറത്തേക്കൊന്നും പോകുന്നില്ല, രഞ്ജുവിനെ ഓർത്താണ് അവർ പോകാത്തത്. അതുകൊണ്ട് നമുക്ക് രഞ്ജുവിനെ ഇവിടെ കൊണ്ട് നിർത്തിയാലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഗോവിന്ദ് സമ്മതിക്കുന്നില്ല. അപ്പം ഗോവിന്ദ് പറയുന്നുണ്ട് അവർക്ക് പാട്ട് പാടാൻ വേണ്ടിയൊക്കെ പോകാൻ വേണ്ടിയല്ലേ രഞ്ജുവിനെ നമ്മളിവിടെ കൊണ്ടു കൊടുത്തത്, അവർക്ക് വേണ്ടി ഒരു സപ്പോർട്ട് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. അപ്പോഴത്തേക്ക് അവരെ ഒന്ന് സഹായിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിൽ തന്നെ ഗോവിന്ദ് പറയുന്നുണ്ട് ഗീതുവിൻ്റെ അടുത്ത്. അപ്പം ഗീതു പറയുന്നുണ്ട് അല്ല അവർക്ക് പോകാൻ അതൊരു ദൈവികമായി കിട്ടിയ കഴിവല്ലേ, അത് നമ്മളായിട്ട് ഇല്ലാതാക്കണം. ഗോവിന്ദ് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പം അവർക്ക് ഗോവിന്ദേട്ടൻ്റെ അമ്മ ഉണ്ടായിരുന്ന അമ്മയുടെ പ്രായമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒക്കെ തോന്നാറുണ്ട് ഗോവിന്ദേട്ടനും അവർക്കും ഒരേപോലെ, ഗോവിന്ദേട്ടൻ്റെ അമ്മയെപ്പോലെ തന്നെ എനിക്ക് തോന്നാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗീതു പറയട്ടോ. അപ്പോഴത്തേക്കും ഗോവിന്ദൻ്റെ മുഖത്തൊരു ഒരു ഞെട്ടൽ. പക്ഷെ ഗോവിന്ദന് പറയാൻ പറ്റത്തില്ലല്ലോ ഇത് അമ്മയാന്നുള്ള കാര്യമൊന്നും ഗോവിന്ദ് ഗീതു അറിഞ്ഞില്ല എന്നുള്ള രീതിയിൽ തന്നെയാണല്ലോ ഗോവിന്ദ് ഇരിക്കുന്നത്. എന്നിട്ട് ഗോവിന്ദ് പറയുന്നത് എന്ത് പറഞ്ഞാലും ഇത് ഞാൻ സമ്മതിച്ച് തരത്തില്ല. മുന്നാണ് ഇങ്ങനെ സംസാരിക്കുക കേട്ടോ. അതിനുശേഷം ഗീതു വേഗം പണങ്ങി കയറി കിടക്കുവാണ്. അപ്പം ഗോവിന്ദ് പോയി വിളിക്കുന്നുണ്ട് ഗുഡ് നൈറ്റ് എന്ന് നല്ല രീതിയിൽ ഗോവിന്ദ് പറയും. അപ്പോഴത്തേക്കും ഗീതു ഒന്നുകൂടെ തലയൊക്കെ മൂടി അങ്ങ് കയറി കിടക്കുവാണ് ഗോവിന്ദനുമായിട്ട് ഒട്ടയ്ക്ക്. അപ്പം ഗോവിന്ദും മിണ്ടാതെ ഇരിക്കുക കേട്ടോ. എന്നിട്ട് ഗോവിന്ദ് വിചാരിക്കുക ഇന്ന് ഉടക്കായില്ലോ എന്നുള്ളത്. ഇവർ രണ്ടുപേരും എപ്പോൾ പ്രണയം തുറന്നു പറയാൻ തുടങ്ങി അന്ന് അവർ രണ്ടുപേരും ഉടക്കാണ്. അതുകൊണ്ട് അവർ പ്രണയമൊന്നും പറയുന്നില്ല. അങ്ങനെ ഗീതു കയറി കിടക്കുന്നു. പിന്നെ കാണിക്കുന്നത് വിലാസിനിയാണ്. വിലാസിനി ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് ഇങ്ങനെ രാവിലത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും പ്രിയ വന്നിരിക്കും എല്ലാം അമ്മ റെഡിയാക്കിയോ, ഞാനും കൂടെ കൂടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അമ്മ എന്നാൽ ഇന്നലെ ഉറങ്ങിയില്ല, ഇത്ര രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം ഉണ്ടാക്കിയെന്ന് അറിയില്ല. ഉറങ്ങിയാലല്ലേ മോളെ രാവിലെ എഴുന്നേൽക്കേണ്ടത്, താമസം ഉറക്കമൊന്നും ഇല്ലയെന്ന് പറയൂ. രാവിലെ നമുക്കെല്ലാം റെഡിയാക്കണം, അത് കഴിഞ്ഞ് ഉച്ചയ്ക്കത്തേക്ക് നേരത്തെ ഫുഡ് ഉണ്ടാക്കണം. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് അങ്ങനെ കഴിക്കാറൊന്നുമില്ല, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കാം. ഇനി ഇങ്ങനെയൊന്നും നടക്കുമോ എന്നറിയില്ലല്ലോ, എന്നാണെന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ പറയാണ്. അതെന്തിനാ ഇന്ന് ഫുഡ് ഉണ്ടാക്കണേ ചോദിക്കുമ്പോൾ നാളെ ഇപ്പം നീ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുമല്ലേ, മോള് പോകുമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഇന്ന് നമുക്ക് ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചോദിക്കും അമ്മ എന്താ അമ്മയ്ക്കൊരു മാറ്റം, അമ്മ ഇന്നലെ എവിടെ പോയതാണെന്ന് ചോദിക്കും. അപ്പോൾ പറയും എൻ്റെ ഒരു കൂട്ടുകാരിനെ കാണാൻ പോയി, അവൾക്ക് ഇങ്ങനെ ട്യൂമറാണ്, കണ്ടിട്ട് എനിക്കൊരു വിഷമമായി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം പ്രിയ ചോദിക്കുന്നത് അമ്മയുടെ പ്രായമാണോ എന്ന് ചോദിക്കുന്നു. അതെ. അപ്പോൾ പറയുന്നുണ്ട് പ്രിയ പറയുന്ന അമ്മ അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട, അവർ എത്രയും വേഗം മരിക്കാൻ പ്രാർത്ഥിക്കുക, വേദന അനുഭവിക്കാതെ എന്ന് പറയുന്നുണ്ട്. വിലാസിനി കരയാണെങ്കിലും കണ്ണൊക്കെ തുടച്ചിട്ട് ഇങ്ങനെ നിൽക്കോട്ടോ. അവർ പ്രിയയുടെ അടുത്ത് പറയുന്നൊന്നുമില്ല. അതേസമയം വിലാസിനി രാവിലെ കാണിക്കുന്നുണ്ട് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത്, കുറച്ച് നാളും കൂടി ജീവിതം മുന്നോട്ട് തരണേ, ഉണ്ടാകുന്ന പേരക്കുട്ടീനെ ഒന്ന് കാണാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞ്. എന്നിട്ട് പറയുന്നുണ്ട് പ്രിയമോളെ പോലെ ഒരു സുന്ദരി കുട്ടിയായിരിക്കും, പെൺകുട്ടിയാണോ എന്ന് അമ്മ തീരുമാനിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതേ പെൺകുട്ടിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംസാരിക്കുന്നതും വിലാസിന് ഭയങ്കര വിഷമിച്ച് നിൽക്കുന്നതും കരയുന്നതും ഒക്കെയാണ് കാണിക്കുന്നത്. പിന്നെ ഗോവിന്ദനും ഗീതുവിനെയും കൂടെ കാണിക്കുന്നുണ്ട്. അപ്പം ഗോവിന്ദൻ ചായ കൊണ്ട് കൊടുക്കുന്നത് ഗീതു, എന്നിട്ട് ഗീതു ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നതും ഗീതു ഓരോന്നൊക്കെ പറയുകയൊക്കെ കേട്ടോ ഗോവിന്ദൻ്റെ അടുത്ത്. അപ്പം ഗോവിന്ദ് പോയില്ലോ എന്നോർത്ത് ഗീതു ഇങ്ങനെ പോയോ ഇത്ര വേഗം പോയോ നോക്കുമ്പോൾ ഇല്ലില്ല പോയില്ല, ഇവിടെ തന്നെ ഉണ്ടെന്ന് ഗോവിന്ദ് പറയുകയൊക്കെ ചെയ്യുവാണ്. അതേസമയം ഇങ്ങനെ ചായ കൊടുത്തിട്ട് ഗീതു മൈൻഡ് ചെയ്യില്ല. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട് ഇത് വലിയ പിണക്കം തന്നെയാണല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പം ഗോവിന്ദ് പറയുക എന്താണേലും രഞ്ജുവിനെ ഇവിടെ കൊണ്ട് നിർത്തിക്കഴിഞ്ഞാൽ നീ ഭയങ്കര പ്രശ്നമായതല്ലേ, നീ തന്നെയല്ലേ രഞ്ജുവിന് അവിടെ നിൽക്കാനൊരു സ്ഥലം കൊടുത്തതും ധ്യാനിനെ സഹായിച്ചതൊക്കെ നീ തന്നെയല്ലേ, അപ്പോൾ നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. പ്രിയ ആണേലും വന്നു കഴിഞ്ഞാൽ പ്രിയയ്ക്ക് അവർക്ക് അത് ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് രഞ്ജുവിനെ നിർത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങുക. നീ തന്നെയല്ലേ അവൾക്ക് എല്ലാ സഹായം ചെയ്ത് കൊടുത്തതെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദ് കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഗീതു ഒന്ന് മയപ്പെടുവാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയാണ് കാണിക്കുന്നത്. ബാക്കി കഥയുമായി നമുക്ക് നാളെ കാണാം. ഓക്കെ.